കൂടുതൽ വിവരങ്ങളുമായി ശ്യാംപ്രസാദ് ഉത്തമനൊപ്പം ചേർന്നു. ശ്യാംപ്രസാദ്, ഗുഡ് മോർണിംഗ്. വാട്സപ്പ് വഴിയാണ് രാജിവെച്ചത് എന്ന് പറയുന്നു. തുടക്കം മുതൽ ആനന്ദകുമാർ പറഞ്ഞിരുന്നത് എനിക്കിതുമായി യാതൊരു പങ്കുമില്ല, യാതൊരു ബാധ്യതയും ഏറ്റെടുക്കേണ്ടതില്ല തുടങ്ങിയ തരത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും, അതായത് ഈ ആനന്ദകുമാർ പറയുന്ന കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും തള്ളിക്കളയുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നാഷണൽ NGO കോൺഫറേഷൻ്റെ ട്രസ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ ബീന വ്യക്തമാക്കിയിരിക്കുന്നത്. ബീന ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് തന്നെ അവർ പറയുന്നുണ്ട്. ഇതിൽ എല്ലാ പദ്ധതികളും നടപ്പാക്കിയതും പ്ലാൻ ചെയ്തതും ഈ ആനന്ദകുമാറാണ്. ഈ ആനന്ദകുമാറും ഈ അനന്തകൃഷ്ണനും കൂടിയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കിയത്. ഈ ആനന്ദകുമാർ ഈ അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് സായിയുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന നിലയിൽ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടുകൾ, പണമിടപാടുകളെല്ലാം ആ കാര്യങ്ങൾ ചെയ്തതും പദ്ധതികൾ നടപ്പാക്കിയതും ഇരുവരും ചേർന്നാണ് എന്നാണ് ഇപ്പോൾ NGO കോൺഫറേഷൻ്റെ ട്രസ്റ്റി ആയിട്ടുള്ള ബീന സെബാസ്റ്റ്യൻ വ്യക്തമാക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടർ റിയയുമായിട്ടാണ് ബീന സംസാരിച്ചത്. അതിൽ പ്രധാനമായിട്ടും ഈ കരാറ്, അതായത് ഈ ഡീഡ് ഉണ്ടാക്കുമ്പോൾ പോലും ഇതിൽ ലൈഫ് ലോങ് എന്ന ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഡീഡ് ഉണ്ടാക്കിയതെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ പണം കൈമാറ്റം, അതോടൊപ്പം തന്നെ ഈ പണം ചെലവഴിക്കൽ, അതിൽ രണ്ടു പേർക്കും കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് ഇവർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ചോദിച്ചപ്പോൾ അക്കാര്യങ്ങളൊന്നും തന്നെ ഇവർ പങ്കുവച്ചിട്ടില്ല എന്ന കാര്യമാണ് പറയുന്നത്. അതായത് ഇത്തരത്തിലൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ആ ട്രസ്റ്റിനെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതെ ഇവർ രണ്ടുപേരും മാത്രമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. പക്ഷേ നേരത്തെയൊക്കെ ഈ ആനന്ദകുമാർ പറഞ്ഞിരുന്നത് തനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, ഈ അനന്തകൃഷ്ണനാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് എന്നാണ് ആനന്ദകുമാർ പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ അക്കാര്യങ്ങളെല്ലാം തകിടം മറിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ബീന സെബാസ്റ്റ്യൻ്റെ, അതായത് NGO കോൺഫറേഷൻ്റെ ട്രസ്റ്റി ആയിട്ടുള്ള ബീന സെബാസ്റ്റ്യൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഇനി ഒരു കൃത്യത വരുത്തേണ്ടത് പോലീസാണ്. ഈ സായിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ഈ അനന്തു. അങ്ങനെയാണ് ആനന്ദകുമാർ തന്നെ പരിചയപ്പെടുത്തിയതെന്ന് കൂടി വീണ പറയുന്നുണ്ട്. കണക്കുകൾ പലതവണ ചോദിച്ചെങ്കിലും അത് ബോർഡിന് കൈമാറാനോ അല്ലെങ്കിൽ ബോർഡിൽ അവതരിപ്പിക്കാനോ ഇരുവരും തയ്യാറായിട്ടില്ല. ബോർഡംഗങ്ങൾ ബൈലോ കണ്ടത്, അതായത് ഇത്തരത്തിൽ ഒരു ബൈലോ, അതായത് ഈ NGO കോൺഫറേഷൻ്റെ ബൈലോ പോലും തയ്യാറാക്കുന്ന രജിസ്ട്രേഷൻ സമയത്ത് മാത്രമാണ് എന്നാണ്. അതായത് ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ച ബൈലോ തയ്യാറാക്കിയ രജിസ്ട്രേഷൻ സമയത്ത് ഈ ട്രസ്റ്റി എന്ന നിലയിൽ അരമണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് തങ്ങൾക്ക് ഈ ഒരു ബൈലോ വായിക്കാൻ പോലും കിട്ടിയതെന്നുള്ള കാര്യം കൂടി ഈ ബീന സെബാസ്റ്റ്യൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഇത്രയും വലിയ സ്കൂട്ടറുകൾ പല ഇടങ്ങളിൽ നിന്നായിട്ട് വാങ്ങുമ്പോൾ, ഈ ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ പോലും അല്ലാതെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, പരോക്ഷമായെങ്കിലും ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കുമൊക്കെ അന്വേഷണം നീങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും നിലവിലിപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അനന്തകൃഷ്ണനെ കേന്ദ്രീകരിച്ച് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ആനന്ദകുമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പോലീസ് ആ രീതിയിലേക്ക് കൂടി ഒരു പക്ഷേ നീങ്ങേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ഈ ട്രസ്റ്റിയായിട്ടുള്ള ബീന സെബാസ്റ്റ്യൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇവർ രണ്ടുമാണ് ഈ ഫണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ഫണ്ട് എങ്ങനെ കൊണ്ടുവരണം, ഈ പല ഇടങ്ങളിൽ നിന്നായിട്ട് ബൾക്ക് ആയിട്ട് ഇത്തരത്തിൽ സ്കൂട്ടറുകൾ മറ്റുമൊക്കെ ഉപകരണങ്ങളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ലാഭവിഹിതം അത് എങ്ങനെ വിനിയോഗിക്കണം, ഈ കാര്യങ്ങളിലൊക്കെ ഇവർ രണ്ടുപേരുമാണ് കാര്യങ്ങൾ ചെയ്തതെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ആനന്ദകുമാർ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് ഈ പണം ഇടപാടുമായിട്ട് തനിക്ക് ബന്ധമില്ല എന്നായിരുന്നു നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ നിലവിൽ ഈ ബീന സെബാസ്റ്റ്യൻ പറയുന്ന കാര്യങ്ങൾ വെച്ചാണെങ്കിൽ ഇവർ രണ്ടുപേരുമാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നതാണ് ബീന സെബാസ്റ്റ്യൻ വ്യക്തമാക്കുന്നത്. ഇതിൽ ഈ ഒരു ട്രസ്റ്റി എന്ന നിലയിൽ ഈ കണക്കുകളോ കാര്യങ്ങളോ ഒക്കെ കാണിക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ ബീന സെബാസ്റ്റ്യൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് എന്തായാലും ആ രീതിയിലേക്ക് ഒരു പക്ഷേ ഈ ആനന്ദകുമാറിനെ കൂടി പ്രതിയേർക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള തെളിവുകളും കാര്യങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്.